ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്രേഡ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇന്നലെ തൊട്ട് ഇന്ന് പുതിയ ദിവസം, പുതിയ വർഷം തുടങ്ങുമല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് എടുക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം, പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നൊരു അടുത്ത ഒരു കൂട്ടൻ്റെ കല്യാണമായിട്ട് തിരക്കിലായിപ്പോയി. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ സമയം ഏകദേശം 2:50 അപ്പോൾ എന്തായാലും ഇനി ഒരു 10 മിനിറ്റിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. എന്തെങ്കിലും ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ചെറിയൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഞാനിവിടെ നോക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ എത്തുകയാണെങ്കിൽ ഞാനൊരു ഷോർട്ട് പൊസിഷൻ അങ്ങ് ബൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസും ഏകദേശം ടാർഗറ്റ് ഇതിനോട് സാധാ ടാർഗറ്റ് ഇതുവരെയാണ് ഞാൻ വെക്കാറ്, പക്ഷേ ഇത് ഏകദേശം ഈ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ 3:15 ആകുമ്പോഴത്തേന് എക്സിറ്റ് ആവുന്ന രീതിയിൽ ഇറങ്ങാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രീമിയം കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എങ്ങനെയാണ് പ്രീമിയം സെലക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ യൂഷ്വലി ഓപ്ഷൻസ് ചെയിൻ എടുത്തിട്ട് ഇതിൽ അഡ്വാൻസ്ഡ് എടുക്കും. അഡ്വാൻസ് എടുത്തിട്ട് അതിൽ നമ്മുടെ IV ഒരു ഐ മീൻ ഇവിടെ നമ്മുടെ ഡെൽറ്റ വാല്യൂ ഒരു 50 എബോ ഉള്ളത് നമ്മളിപ്പോൾ സെല്ലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു -50 ഈ ഒരു ലെവലിലുള്ളത് മാത്രമേ നമ്മൾ ബൈ അല്ലെങ്കിൽ സെല്ല് കൺസിഡർ ചെയ്യത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒരു പോയിന്റിൽ അര പ്രീമിയം വാല്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ പുട്ടിൻ്റെ വാല്യൂ ഇപ്പോൾ നല്ല രീതിയിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലെവലിൽ എത്തുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് കൺസിഡർ ചെയ്യത്തുള്ളൂ. എന്തായാലും ഞാൻ ട്രേഡ് എടുക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നല്ലൊരു ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ ട്രേഡ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അറിയത്തില്ല എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മുകളിൽ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. അത്യാവശ്യം നല്ലൊരു ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് തിരിച്ചൊരു റിജക്ഷനാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യാം. ഏകദേശം ഒരു 30 പോയിൻറ്റ്സ് നിയർലി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലിമിറ്റഡ് ആണ്. 2000 അടുപ്പിച്ചാണ് സ്റ്റോപ്പ് ലോസ്. മാക്സിമം നമുക്ക് അതുവരെ പോകത്തുള്ളൂ. എന്തായാലും നമുക്ക് ഈ ഒരു ലെവലിൽ മുകളിൽ അത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ലെവൽ കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ തന്നെ പെട്ടെന്നെടുത്തൊരു ട്രേഡാണ്. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1500, അതെ 1500 റേഞ്ചിലെ ഒരു സ്റ്റോപ്പ് ലോസാണ് ഹിറ്റായിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ നിന്ന് 2 ഡബിൾ ടോപ്പ് എടുത്ത് താഴോട്ട് പോകും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ നല്ലൊരു ക്ലിയർ ബ്രേക്ക് അവിടെ നടന്നിട്ടുണ്ട്. ഇനി എന്തായാലും വേറെ ട്രേഡ് എടുക്കാൻ സമയമില്ല. ഏകദേശം 3 മണി കഴിഞ്ഞു, 10 മിനിറ്റ് ആവാറായി. എന്തായാലും ഇനി അടുത്തൊരു ട്രേഡിംഗ് ഡേയിൽ വിശേഷങ്ങളായിട്ട് കാണാം. ഇന്ന് ഏകദേശം ഒരു 1500 ഒരു ലോസ് കിട്ടിയിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുന്നു. വേറെ അങ്ങനെ ട്രേഡും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഇത് പെട്ടെന്ന് കിട്ടിയത് കൊണ്ടാണ് ഞാനൊരു ട്രേഡ് കൺസിഡർ ചെയ്തത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന എൻ്റെ വ്യൂ കറക്റ്റ് ആയിരുന്നില്ല. എന്തായാലും പുതിയൊരു ട്രേഡിംഗ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. താങ്ക് യു.